ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ മാസം ഇങ്ങെത്തി ബോഗൺവില്ല ചെടികളൊക്കെ പൂക്കൾക്കായി തയ്യാറാക്കി വയ്ക്കാൻ സമയമായി. നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ചിരുന്നതാണ്, എങ്കിലും 2-3 മാസം കൊണ്ട് നന്നായി വളർന്നു കഴിഞ്ഞു. അതൊക്കെ നീണ്ടുപോയ കമ്പുകളൊക്കെ വെട്ടി ഒരേ ലെവലിലാക്കണം. എല്ലാ ചെടികളും ഒത്തിരി വളർന്നു പോയിട്ടില്ല. ചില ബോഗൺവില്ലകൾ മാത്രം നന്നായി നീണ്ടു വളർന്നു നിൽപ്പുണ്ട്. അവ നീളം കുറച്ച് മുറിച്ച് മാറ്റണം. ചിലതൊക്കെ കുറച്ചേ നീണ്ടിട്ടുള്ളൂ, അത് കുറച്ച് വെട്ടിക്കളഞ്ഞാൽ മതി. എല്ലാ ചെടികളും നല്ലൊരു കുട പോലെ നിൽക്കത്തക്ക വിധം വെട്ടിവെക്കുക. ചിലതൊക്കെ നേരത്തെ വെട്ടിയതുണ്ട്, അതിൻ്റെയൊക്കെ അറ്റമൊക്കെ ഒന്ന് നുള്ളി കൊടുത്താൽ മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് നീണ്ടു വരുമ്പോൾ അറ്റം നുള്ളി കൊടുക്കണം, എങ്കിലേ നല്ല ബുഷായി നല്ല ഭംഗിയായി നിൽക്കുകയുള്ളൂ. നല്ല മൂർച്ചയുള്ള കത്രിക കൊണ്ട് മുറിച്ച് മാറ്റണം. കുറച്ച് മുകളിൽ വെച്ചാണ് മുറിച്ച് മാറ്റേണ്ടത്. കാർഡ് പ്രൂൺ അല്ല ചെയ്യേണ്ടത്. ചെടികളുടെ ചുവട് ഭാഗത്തുള്ള കളകളൊക്കെ നന്നായി പറിച്ചു മാറ്റിക്കളയണം. അങ്ങനെ എല്ലാ ചെടികളും പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ചുവട്ടിലെ കളകളെല്ലാം പറിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഡാപ്പ് ഫെർട്ടിലൈസർ എടുത്ത് അത് ചുവട്ടിലിട്ട് കൊടുക്കണം. പൊട്ടാഷ് ഇട്ട് കൊടുത്താലും മതി. ചട്ടിയുടെ ചെടികളുടെ ചൂട് ഭാഗം നന്നായി ഒന്ന് ഇളക്കി വെക്കണം. അതിലേക്ക് 10-20 ഇതിൻ്റെ ഗ്രാന്യൂൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നിളക്കി മുകളിൽ മണ്ണിനും അടിയിലാക്കുക. വളമിട്ട് കൊടുത്ത ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഗ്രാന്യൂൾസൊക്കെ നല്ലപോലെ അലിഞ്ഞ മണ്ണിലേക്ക് ചേരുന്നത്. ചെറിയ ചട്ടിയിലുള്ള ചെടികൾക്കാണെങ്കിൽ ഒരു 10 വീതം ഇട്ട് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.